അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ ഈ മോണോക്കോയും പിന്നെ ഒരു കോഴിമുട്ടയും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഒരു പുഡിംഗ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിള്ളേർക്കെല്ലാം വലിയവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ പരിപാടി. അപ്പൊ നമുക്കിത് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ആദ്യം നമ്മളെ ഒരു മിക്സിയുടെ നമ്മുടെ വലിയൊരു ജാറുണ്ടല്ലോ അതിങ്ങനെ എടുക്കണം. അതിങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചിടണം. അപ്പൊ ഇത് മുഴുവനൊന്നും എടുക്കണ്ട. അപ്പൊ നമ്മൾ കാണാനൊരു മുഴുവൻ കൂടെ എടുത്ത് വെച്ചത്. അപ്പൊ ഒരു 10-15 എണ്ണമൊക്കെ മതിയാകുന്ന തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഈ 5 രൂപയുടെ ചെറിയ പാക്കറ്റാണ്. 2 പാക്കറ്റ് മതി. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. കോഴിമുട്ടയൊക്കെ ഇപ്പൊ എല്ലാവരുടെ വീടുകളിലൊക്കെ കാണുമല്ലോ ചെയ്യുന്നത്. അതെ, ഒരു കോഴിമുട്ട തന്നെയല്ല, ഈ ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിലും മിക്കവരും വീട്ടിൽ മേടിച്ചു വെക്കുന്ന. അപ്പൊ ഈ മുളകൊക്കെ നമ്മൾ എടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റിന് അത്യാവശ്യം നല്ല മധുരമുള്ളതല്ലേ. അപ്പൊ ആ മധുരം ഒന്ന് ബാലൻസ് കൂടെ ചെയ്യണം. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റും കൂടി ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് സോൾട്ട് ആണല്ലേ ഈ മുളകൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് അധികം വേണ്ട. ഇതൊരു 4 പീസ് ഇട്ടാൽ മതി കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ 50-50യോ ക്രാക്ക് ജാക്കോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതാകുമ്പോ ചെറിയൊരു ഉപ്പും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ആയിട്ട് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിനൊരു എന്താ പറയുന്നത് ഒരു ഫ്ലേവർ വേണമല്ലോ. അപ്പൊ ആ ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു സ്വല്പം നമ്മുടെ വാനില എസൻസ് അതൊരു 3-4 ഡ്രോപ്പ് മതി, ഒരുപാട് വേണ്ട. അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട എടുക്കണേ, താറാവിന്റെ മുട്ട എടുക്കരുത്. സാധാരണ പിന്നെ എന്താ പറയുന്നത് താറാവിന്റെ മുട്ട എടുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പുതിയ വാനിലായതുകൊണ്ട് നമ്മുടെ നേരത്തെ ഇരുന്ന് വാനില പഴകിയായിരുന്നു. അപ്പൊ പിന്നെ വാനില ഒത്തിരി നാളിരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു രുചിയൊന്നും വരത്തില്ല, പൊട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമ്മള് ഒരു കമന്റ് ഇട്ടായിരുന്നു മറ്റേ നമ്മളുടെ വിന്നർ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതെന്താ റെസ്പോണ്ട് ചെയ്യാത്തത് നമുക്ക് മനസ്സിലായില്ല. സംഭവം ഒരുപാട് ദിവസം നമുക്കത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകേണ്ടതാണ്. അപ്പൊ അരുന്ധതി എത്രയും പെട്ടെന്ന്, അതായത് ഈ വീഡിയോയുടെ നമ്മളെ റിപ്ലൈയിൽ തന്നെ നമ്മൾക്ക് ഒരു കമന്റ് ഇട്ടിട്ടില്ലേ, ആ കമന്റിൽ തന്നെ റിപ്ലൈ ആയിട്ട് പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും സംഭവം. അപ്പൊ നമുക്ക് ഈ മുട്ട ഇതിനകത്തോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാതെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം പാല് ചേർത്ത് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ നോക്കില്ല, ഒരുപാട് പാല് വേണ്ട. ഒരുപാട് പാല് ആയിക്കഴിഞ്ഞാണല്ലോ ഒത്തിരി ലൂസ് ആയിപ്പോകും. നമ്മളിപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് പാല് നമ്മൾ ചേർത്താൽ മതി. അപ്പം ഒരു സ്വല്പം പഞ്ചസാര, മധുരമാണ് സാധനം, എന്നാലും ഒരു സ്വല്പം പഞ്ചസാര. പിള്ളേർക്കൊക്കെ നമ്മൾ ഇച്ചിരി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ സ്വല്പം പഞ്ചസാര നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് അടിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ അന്നേരം ഉണ്ടല്ലോ, ഇത് അടിക്കുന്ന സമയത്ത് ടൈറ്റ് ആണെങ്കിൽ ഇച്ചിരി ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ 2 ബിസ്ക്കറ്റ് ചേർക്കുക. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന പാലുണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു ഇച്ചിരി നേരം വെച്ച് ചൂടുമല്ല വലിയ തണുപ്പും അല്ലാത്ത രീതിയിലുള്ളതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അരുന്ധതി ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇത് കണ്ടല്ലോ സംഭവം. അപ്പൊ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അടുത്ത ആർക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണം. കാര്യം നമുക്ക് ഒരുപാട് ദിവസം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ അടുത്ത പ്രൈസിനുള്ള ടൈം താമസം വരും. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിക്കുന്നവരെ നമുക്ക് വീട്ടിൽ അപ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ബിസ്ക്കറ്റ് എന്താ പറയുന്ന അടിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത 3 അത്രയും പാലില്ല, 3 ടേബിൾ സ്പൂണോളം വരും. അത്ര ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ നമ്മളൊരു നമ്മുടെ എന്താ പറയുന്ന ഒരു പാത്രത്തില്, അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മളൊരു എന്താ പറയുന്നത് നമ്മുടെ കലമൊക്കെ എടുത്ത് വെക്കുന്ന ആ സാധനം അതാണ് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു സാധനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തോട്ട് നമുക്ക് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കാവേ. എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും വെക്കാം. പക്ഷെ ബട്ടർ പേപ്പറിന്റെ ആവശ്യമില്ല. കാര്യം അത് ഓവനൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കൊക്കെയാണ്. പക്ഷെ ഇത് നമ്മള് കേക്ക് അല്ലല്ലോ സാധനം.
അപ്പൊ ഇനി നമുക്ക് ഇത് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു പരിപാടിയുണ്ട്. ഇതിനൊന്ന് കളർഫുൾ ആക്കാം. കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഇതിനകത്തുനിന്ന് വെച്ച് കൊടുക്കാം. അതെ, പൊടിച്ച് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണേ ഇടാം, നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. അതെ, അത് നമുക്ക് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ വെച്ചൊരു ഡിസൈൻ പിള്ളേരെയൊക്കെ നമുക്ക് പറ്റിക്കാം വെച്ചിട്ട് മതി. അപ്പൊ നമ്മളിത് ഒരു നക്ഷത്രമൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് ഇപ്പൊ നമ്മള് എന്താ പറയുക, ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ബിസ്ക്കറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ അവന്മാര് ഓടി നടക്കും. നമ്മളെ പൊടിയായിട്ടാണെങ്കിൽ അത് അവിടെ ഇവിടെ എല്ലാം ആകാൻ സാധ്യതയുണ്ട്. അതായത് കുഴപ്പമില്ല. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഈ ഒരു 10-20 മിനിറ്റ് എടുക്കും. അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പെയ്യെ വെന്ത് കിട്ടണം. അടച്ചു വെച്ചിട്ട് വേണം വേഗം ഒരു സ്പൂൺ വെച്ച് ഇതിന്റെ അകത്ത് ബാക്കിയുള്ള നമ്മളൊന്ന് ഒഴിച്ചിട്ട്. അപ്പൊ നമ്മുടെ മാവ് നമ്മൾ മുഴുവൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഇതുപോലെ ഒരു ചെറിയൊരു സുന വെച്ച് നമുക്ക് ഇതൊന്ന് അടയ്ക്കാം. അതിന് ചേരുന്ന ഒരു പാത്രം വെച്ച് തന്നെ അടയ്ക്കാം. മറ്റേ ഇതിപ്പോ ടിഫിൻ ആയതുകൊണ്ട് ടിഫിന്റെ അടപ്പ് വെച്ച് അടയ്ക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്തോട്ട് നമ്മളിപ്പോ വേറൊരു പാത്രം വെച്ചിട്ട് അടച്ചിരിക്കുന്നത്, ഒരു ചെറിയ അടപ്പ് പാത്രം. അപ്പൊ ഇത് മുഴുവൻ കൂടി നമുക്കൊന്ന് അടച്ചിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. കാര്യം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. അതുകൊണ്ട് വേഗത്തുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഒന്നും വേണ്ട, 30 സംഭവം റെഡിയാകും. എന്നാലും നമ്മളൊന്ന് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് അവിടെ ഇരുന്നത് വേഗട്ടെ. അപ്പൊ വെന്ത് കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോഴേ നമ്മുടെ സാധനം നമ്മൾ വേഗം വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം എന്താ അവസ്ഥ എന്നുള്ള. പുകയൊക്കെ പറക്കുന്നുണ്ട്, ഇങ്ങനെ ചൂടാണ്. അപ്പൊ തുറക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം. നമുക്ക് അതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. അപ്പൊ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവരെ എടുത്ത് വെളിയിലോട്ട് വെക്കാം. അപ്പൊ അത് വെന്തിട്ടുണ്ടോ നമുക്കൊരു ഇർക്കിലിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതെ. ഇനിയിപ്പോ ഇത് നല്ല തണുക്കണം സാധനം. നമുക്ക് തീ നിർത്തി വെച്ചിട്ട് ഇതൊന്ന് തണുക്കട്ടെ. ഇതെടുത്ത് വെളിയിൽ വെക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പിടിക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഫാൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അപ്പൊ തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവരൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പിടിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് ബാക്കി പരിപാടി. അപ്പോൾ തണുത്തോട്ടെ, തണുക്കുന്ന വരെ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഐറ്റം തണുത്ത് എല്ലാം നല്ല സെറ്റപ്പായി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാത്രത്തിൽ നിന്ന് എന്താ പറയുക അത് തന്നെ. അപ്പൊ അതിന് വലിച്ച് കട്ടിക്ക് നമ്മുടെ എണ്ണ അല്ലെങ്കിൽ നമ്മുടെ നെയ്യോ നന്നായിട്ട് തേച്ച് കൊടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ വിട്ട് വരാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കാം. അപ്പൊ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ഇതുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റും ചെറുതായിട്ടൊക്കെ ഒന്ന് സൈഡൊക്കെ ഇച്ചിരിയൊക്കെ വിട്ടൊക്കെ പോകണ്ട, അതൊന്നും കാര്യമൊക്കെ ഒന്നും വേണ്ട. നല്ലപോലെ എണ്ണ നെയ്യോ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആൾ കൊതി പിടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനത് കൊടുത്ത് നോക്കട്ടെ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ ഇതാണ് പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം. അപ്പം എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ബിസ്ക്കറ്റ് കൊടുത്ത് പിള്ളേരെ അവര് പറ്റണമെന്നില്ല. അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. ഇപ്പൊ ടിഫിനൊക്കെ കൊടുത്തു വിടുന്നവർക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തു വിടാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ സാധനം കൊണ്ട്. ഇതാകുമ്പോ പിന്നെ നമ്മള് മൈദ എടുക്കണം, അല്ലെങ്കിൽ അതിന് ആവശ്യം അനുസരിച്ചിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം, അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മള് ബിസ്ക്കറ്റ് ആകുമ്പോ അത് ഓൾറെഡി അതിന്റെ തൊണ്ട് എല്ലാ സാധനങ്ങളും. പിന്നെ നമ്മള് ഇതിനകത്ത് എന്താ പറയുന്നത്, കെമിക്കൽ സാധനങ്ങളൊന്നും ചേരും, പാലും മുട്ടയും മാത്രമാണ്. പക്ഷെ ഇപ്പൊ മുട്ട ചേർക്കുമ്പോൾ ചില വിചാരിക്കും മുട്ടയുടെ ആ ഒരു എന്താ പറയുന്നത് മണമൊക്കെ വരുന്നത്. ഒരിക്കലും വരത്തില്ല. കാര്യം അതിനുവേണ്ടിയാണ് നമ്മൾ മറ്റേ മാനിലൊക്കെ ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഏലക്കായോ ഒക്കെ വേണം ചേർക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ ചേർക്കുകയാണെങ്കിലും സംഭവം അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായ നിർദ്ദേശമൊക്കെ എന്ന് പറയുക. പിന്നെ നമ്മുടെ കമന്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ കമന്റ് നമ്മള് പേര് നമ്മൾ പറഞ്ഞായിരുന്നു, അരുന്ധതി B1582 ആണ്
ഇമെയിൽ ഐ ഡിയുടെ ഇട്ടിരിക്കുന്നത്. അപ്പം നാളെ വൈകുന്നേരം ഒരു 5 മണി വരെ നമ്മൾ നോക്കും, അല്ലെങ്കിൽ നാളെ ഫുൾ ഡേ നമ്മൾ നോക്കും. അപ്പം അതിനകം നമുക്ക് അഡ്രസ്സ് അയച്ചു തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും കൂടെ നറുക്കെടുക്കുന്നതായിരിക്കും. കാര്യം നമുക്ക് ഇനി അടുത്തത് കൊടുക്കാനായിട്ട് വേറെ സാധനം ഇവിടെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഇരുന്ന് പോകും സംഭവം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.